അവസാനം സഞ്ജു സാംസന്റെ കാര്യത്തിൽ തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യ ന്യൂസിലാൻഡ് രണ്ടാം T20 മത്സരം ഇന്ത്യ തകർപ്പൻ വിജയം കൈവരിച്ചെങ്കിലും മലയാളി താരം സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ന്യൂസുകളൊന്നും അല്ല കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. കളിയിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച ന്യൂസിലാൻഡിന് നല്ല തുടക്കം കിട്ടിയെങ്കിലും അത് അവർക്ക് മുതലാക്കാൻ പറ്റിയില്ല കേട്ടോ. ഓരോ ഇടവേളകളിലായിട്ട് വിക്കറ്റ് വീണത് അവരുടെ സ്കോറിംഗ് വേഗത കുറയാനായിട്ട് പറ്റിയിട്ടാ. എന്നിട്ടും മിച്ചൽ സാറ്ററിനെയും അതേപോലെ തന്നെ രച്ചിൻ രവീന്ദ്രനെയും ബാറ്റിംഗ് മികവിൽ 20 ഓവറിൽ 208-6 എന്നുള്ള നിലയിലായിരുന്നു കേട്ടോ ന്യൂസിലാൻഡ് കളി അവസാനിപ്പിച്ചത്. സെക്കൻഡ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ നിരാശയായിരുന്നു കേട്ടോ. മലയാളി താരം സഞ്ജു രണ്ടാമത്തെ ബോളിൽ തന്നെ ഒരു കിടിലൻ ക്യാച്ച് കൊടുത്തിരുന്നു. ആ ഒരു ക്യാച്ച് ന്യൂസിലാൻഡ് താരം എടുത്തതാണെങ്കിൽ 0 റണ്ണിന് അദ്ദേഹം പവലിയനിൽ കയറേണ്ട വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ക്യാച്ച് കയ്യിൽ നിന്ന് മിസ്സായതോട് കൂടിയിട്ട് അത് 6 ആവുമായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ചാൻസ് സഞ്ജുവിന് മുതലാക്കാൻ പറ്റിയില്ല. തൊട്ടടുത്ത ബാളിൽ തന്നെ സഞ്ജു വീണ്ടും ഉയർത്തിയടിച്ച് രച്ചിൻ രവീന്ദ്രയ്ക്ക് ക്യാച്ച് കൊടുത്ത് മടങ്ങായിരുന്നു കേട്ടോ. അതോടുകൂടിയിട്ട് 6-1 എന്നുള്ള നിലയിൽ കളി വീണ്ടും മുന്നോട്ട് പോകുമ്പോഴേക്കും തൊട്ടടുത്ത ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയും 0 റണ്ണിന് മടങ്ങി. അതോടുകൂടിയിട്ട് ഇന്ത്യൻ സ്കോർ 6-2 എന്നുള്ള നിലയിൽ തകർന്നു കേട്ടോ. അവിടെ നിന്ന് ഇന്ത്യയുടെ തകർച്ചയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു കേട്ടോ സംഭവിച്ചത്. സൂര്യകുമാർ യാദവും അതേപോലെ തന്നെ ഇഷാൻ കിഷാനും ആയിരുന്നു ഗ്രീസിലുണ്ടായിരുന്നത്. പക്ഷെ സൂര്യകുമാറിന് എല്ലാം നോക്കി കാണാൻ മാത്രമായിരുന്നു വിധി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഭാഗത്ത് നിന്നിട്ട് ഇഷാൻ കിഷാൻ കത്തി കയറായിരുന്നു കേട്ടോ. നല്ല രീതിയിലായിരുന്നു കേട്ടോ ഇഷാൻ കിഷാൻ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു രീതിയിലും ന്യൂസിലാൻഡ് ബോളേഴ്സിന് വെറുതെ വിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പവർ പ്ലേ ഫുള്ള് ഇഷാൻ കിഷാനായിരുന്നു കേട്ടോ മുതലാക്കി. 128 നിൽക്കുന്ന സമയത്തായിരുന്നു ഇഷാൻ കിഷാൻ ഔട്ടാകുന്നത്. അത് 9 ഓവറിൽ 128 എന്ന ലെവലിലായിരുന്നു. ഏകദേശം ഇന്ത്യൻ വിജയൻ അപ്പോഴേക്കും ഏകദേശം കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിന്നെ 7 റൺ റേറ്റിലായിരുന്നു പിന്നീട് ഇന്ത്യക്ക് ആവശ്യമുണ്ടായിരുന്നത്. അതും അത്യാവശ്യം നല്ല ബാറ്റ്സ്മാൻമാരും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഏകദേശം കളി 15ാമത്തെ ഓവറിൽ കളി ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. അതിൽ സൂര്യകുമാർ യാദവിനും കൃത്യമായിട്ടുള്ള ഒരു റോൾ ഉണ്ട് കേട്ടോ. 82 റണ്ണായിരുന്നു സൂര്യകുമാർ യാദവ് അടിച്ചു കൂട്ടിയത്. അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷാൻ കിഷാൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് തുടക്കം കൊടുത്തതും അതിനുശേഷം അത്യാവശ്യം നല്ല സ്റ്റാൻഡ് ആയതിനു ശേഷം രണ്ടുപേരും തമ്മിലുള്ള ഒരു ബാറ്റിംഗ് ഷോ ആയിരുന്നു കേട്ടോ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ട് കേട്ടോ ഇന്ത്യ രണ്ടാമത്തെ T20 ജയിച്ചതിന്. അതിനുശേഷം ഇഷാൻ കിഷാന് ശേഷം വന്ന ശിവൻ ഡുബെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതോടുകൂടിയിട്ട് 15ാമത്തെ ഓവറിൽ ഇന്ത്യ 209 എന്ന് പറഞ്ഞ ടാർഗറ്റ് ഈസി ആയിട്ട് ചേസ് ചെയ്തു. ഈ ഒരു കളി ജയിച്ചതോടുകൂടിയിട്ട് 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ് കേട്ടോ. പക്ഷെ മലയാളി താരം സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കളിയായിരുന്നില്ല കേട്ടോ ഈ 2 കളിയും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് മാച്ചിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചെങ്കിലും ഒരു ക്യാച്ച് മാത്രമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നത്. പക്ഷെ രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ എന്ന സമയത്ത് അതുപോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല തുടക്കത്തിൽ തന്നെ ഒരു ബാറ്റിംഗ് ഫ്ലോപ്പായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അത് അവരുടെ കയ്യിൽ നിന്നും വന്ന ന്യൂസിലാൻഡ് ടീമിൽ നിന്നും വന്ന മിസ്റ്റേക്ക് പോലും മുതലാക്കാൻ പറ്റാതെ തൊട്ടടുത്ത ബാളിൽ തന്നെ വീണ്ടും ക്യാച്ച് കൊടുത്ത് ഔട്ടാവും ചെയ്തു. ഇനി 3 കളിയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിന് മുൻപായിട്ടുള്ളത്. ഈ 3 കളിയിലും ഇതേപോലെ ഫോം തുടരുകയാണ് എന്നുണ്ടെങ്കിൽ തിലക് വർമ്മ തിരിച്ചു വരികയും കൂടി ചെയ്തു കഴിഞ്ഞു പറഞ്ഞാൽ ഇഷാൻ കിഷാനെ ടീമിൽ നിലനിർത്തിയിട്ട് സഞ്ജു സാംസനെ ബെഞ്ചിലിരുത്താനാണ് ചാൻസ് കൂടുതൽ. കാരണം തിലക് വർമ്മൻ എന്തായാലും 1 ഡൗൺ പൊസിഷനിൽ ഓൾറെഡി ഫിക്സ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹം ഫോം വീണ്ടെടുത്ത് ടീമിൽ വരികയാണ് അല്ലെങ്കിൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ടീമിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരാൾ എന്തായാലും കയറിയിരിക്കേണ്ടി വരും. അത് സഞ്ജു ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ.